എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ പ്ലാനിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനിങ് ആണ് ഉദ്ദേശിച്ചത്. മാർക്കറ്റ് എല്ലാവരും മെജോറിറ്റി ഡൗൺ സൈഡിലേക്ക് പോകും എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതിലാ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഓൾറെഡി രാവിലെ വരച്ചു വെക്കാം. 24,766, 24,657 ഇതാണ് റെക്ടാങ്കിൾ ബോക്സിൻ്റെ ലെവല്. ആ ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,880 ഭാഗത്തേക്കും, അപ്പോൾ 24,880 അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്. ഇതിപ്പോൾ 1 അവറിൻ്റെ ചാർട്ടാണ്. 1 അവറിൻ്റെ ചാർട്ടിൽ SMA മുകളിലുണ്ട് 24,990. ആ ഒരു ലെവലിലേക്ക് ഗ്യാപ്പ് ഫില്ലിങ്, ആ കാര്യങ്ങളൊക്കെയാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 24,657, 24,660 താഴത്തോട്ട് വന്നാൽ മാത്രമേ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ മെജോറിറ്റി ആയിട്ട് നോക്കുന്ന വ്യൂസ്. 30 മിനിറ്റിൽ നിലവിൽ SMA മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് RSIയും അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതായത് 1 അവറിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. SMA മുകളിലാണ് നിൽക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഇനി കുറച്ച് നാളത്തേക്ക് നോക്കുന്നത്. 30 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ്, SMA മുകളിലാണ് നിൽക്കുന്നത്. 50 മിനിറ്റ്സിൽ ഓൾറെഡി ഇവിടെ RSI താഴത്തോട്ട് വന്നിട്ടില്ല. അതൊരു റീക്രോസ് ഓവർ ആവാനായിട്ടുള്ള ആ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ 80% മെജോറിറ്റി ഇന്ന് സിയിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുറക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് കാര്യത്തിലേക്ക് പോവാം. ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം വലിയ വിഷയങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ന്യൂട്രൽ ഓപ്പൺ ആണ്. മാർക്കറ്റിൽ സിയുടെ ലെവലുകളാണ് ഓൾമോസ്റ്റ് മുകളിലേക്ക് നിൽക്കുന്നത്. സിയിലാണ് കോൺസെൻട്രേഷൻ താൽക്കാലികമായിട്ട് ചെയ്യുന്നതും. പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ 270 മൂവാണ് ആദ്യം കിട്ടുന്നത്. 270 ബ്രേക്ക് ചെയ്താൽ 282 RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിയിൽ 205 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവേണ്ടതായിട്ടുണ്ട്. 205 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവേണ്ടതായിട്ടുണ്ട്. അതും കൂടെ കണക്കൂട്ടിയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിയിൽ RSIയുടെ ക്രോസ് ഓവർ വരാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല. ഹൈ വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സിയിൽ 240 താഴെയൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 220 താഴത്തോട്ടൊക്കെ വന്നാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരത്തുള്ളൂ. കാരണം ഇപ്പോഴും 270 ടച്ച് ചെയ്യാനായിട്ടുള്ള മാർക്കറ്റിൽ 269.45 മിച്ചം ഇട്ടേക്കണേ. 269.45. കഴിഞ്ഞ വീക്കിൽ 3 ഡേയ്സ് ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് ലെവലുകളും മിച്ചം വെച്ചിട്ട് താഴത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 3-4 ദിവസം അതിനു മുമ്പും ആ ഒരു രീതി കണ്ണിൽ കണ്ടതുകൊണ്ട് വീണ്ടും 270 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്ത് വർഷം വന്നാലും അതും കൂടെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടേ മാർക്കറ്റിൽ നിന്ന് എന്തായാലും പിന്മാറത്തുള്ളൂ. 270 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് 284 ആണ് അടുത്ത റിജക്ഷൻ പോയിന്റ്.
അപ്പോൾ 170 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പിയിൽ ഫാൾ ആവേണ്ടതായിട്ടുണ്ട്. 170 ഭാഗം. അതിനു മുമ്പ് 190 ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 170, അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 105. അപ്പോൾ 270.95 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 270 വരും എന്ന് 100% വിശ്വസിച്ചുകൊണ്ട് മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു റോക്കറ്റ് സയൻസും ഇല്ല. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ ഒരു ചാർട്ട് ഇങ്ങനെ കാണുന്നത് കൊണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസം സെയിം രീതിയിലുള്ള മെത്തേഡ് ഫോർമേഷൻ ചെയ്തിട്ടാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് വന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് RSI സിയിലേക്ക് SMA നിൽപ്പുണ്ട്. 30 മിനിറ്റിൽ 15 മിനിറ്റ്സിൽ SMA മേളിലാണ്. 15 മിനിറ്റിൽ SMA ഓൾറെഡി ടച്ച് ചെയ്തു. കണ്ടോ, 280 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ന്യൂട്രലായിട്ട് ഓപ്പൺ ചെയ്തു. 240 ഓപ്പൺ ചെയ്തത്. വേണ്ട, അവിടെ നിന്നും വേണ്ട. 260 നിന്നാണെങ്കിലും ഓൾമോസ്റ്റ് 21 പോയിന്റ് 284 വരെ 284 പോയിന്റ്സ് ഓൾമോസ്റ്റ് കിട്ടി ബോധിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. 190 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ റീച്ച് ചെയ്യാനായിട്ടുള്ള ഏരിയ 170 ഭാഗത്തേക്കാണ് ഫാൾ ആവാനായിട്ടുള്ളത്. ഇത് പതുക്കെ പോയി RSI സിയുടേത് ക്രോസ് ഓവർ ആവണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പം ന്യൂട്രൽ ഓപ്പൺ ആണ്, 2 ലോട്ടാണ് എടുക്കണമെങ്കിൽ ഒരെണ്ണം 21 പോയിന്റ് കൊടുക്കാം. 290 ലെവൽ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം 21 പോയിന്റ് കൊടുക്കാം. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അവിടെ ഇട്ടേക്കുക. കിട്ടിക്കഴിഞ്ഞാൽ 290 മേളിൽ 303 349 ലെവലൊക്കെ എത്തുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ വേണ്ട. ഓൾമോസ്റ്റ് 21 പോയിന്റ്സ് ആയിട്ടുണ്ടല്ലോ. വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തൊരു സ്ട്രഗിളിന് ശേഷമുള്ള മൂവ്മെൻറ്റ്. കാരണം 205 എന്നുള്ളത് പക്ക കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതായത് PE കൺസോൾട്ടേഷൻ സോണിലേക്ക് വന്നപ്പോൾ CE ഒരു ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ടാലി ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവണേ? പിയിൽ കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ സിയിൽ ഒരു ലെവൽ കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ മാക്സിമം ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുക. ഇനി എവിടെയാണ് ഓപ്പർച്യൂണിറ്റി? 285 ബ്രേക്ക് ചെയ്ത് 290 5 പോയിന്റ് ഉണ്ട്. അത് സ്കാൽപ്പ് ചെയ്തെടുക്കാം. സിംഗിൾ ലോട്ടാണ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 21 പോയിന്റിൽ ബുക്ക് ചെയ്യാം. 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം 21 ബുക്ക് ചെയ്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അവിടെ കയ്യും കിട്ടിയിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ 349 ഭാഗത്തേക്ക് കിട്ടണം. അല്ലെങ്കിൽ RSI ക്രോസ് ഓവർ ബേസ് ആകുമ്പോൾ എവിടം വരെ ആണെന്ന് നോക്കണം. കാരണം പിയിൽ കൺസോൾട്ടേഷൻ സോൺ ആകുമ്പോൾ ആ കൺസോൾട്ടേഷൻ എന്തായാലും സിയിൽ വരും. ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 284.12 ബ്രേക്ക് ചെയ്ത് 292 പോകും. അപ്പോൾ അതവിടെ റെസ്റ്റ് എടുക്കുക. 2 ലോട്ടാണെങ്കിൽ മാത്രം 21 പോയിന്റ് ലോക്ക് ചെയ്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അവിടെ ഹോൾഡ് ചെയ്യുക. നല്ല വോളിയം ജനറേറ്റ് ചെയ്ത് ഈ RSIയിൽ ഒരു മടക്കൊക്കെ വരുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ എവിടം വരെ കിട്ടണം? 303 349 ആ ലെവലിലേക്കൊക്കെ കിട്ടണം. കാരണം 3 സപ്പോർട്ട് സോണാണ് പിയെ സംബന്ധിച്ചുള്ളത്. 190 170 150. ഈ മൂന്നും ഒരേപോലെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 105ലേക്ക് ഫാൾ ആവുള്ളൂ. ആ 105ലേക്ക് മാർക്കറ്റ് ഫാൾ ആവുമ്പോൾ എന്താവണം? എവിടം വരെ സി പോകുന്നു നോക്കണം. 282 284 286 287. അപ്പം എന്ത് ചെയ്യും? 290 ബ്രേക്ക് ചെയ്യില്ല. ചിലപ്പോൾ 289.5 കൊണ്ട് നിർത്തും. അവിടെ നിന്ന് താഴത്തോട്ട് പോരും. പോട്ടെ, അതും വേണ്ട. അതെ, 292 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 240 എന്നുള്ള മൂവ് 50 പോയിന്റ് മാർക്കറ്റ് റൈഡ് ചെയ്തിട്ടുണ്ട്. 300ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ 170 ബ്രേക്ക് ചെയ്ത് 190 വന്നിട്ടുണ്ട്. അപ്പോൾ 170 ആണ് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ പിയെ സംബന്ധിച്ച്. ഇനി 300 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള സോണ്. 287 295 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 240 മേളിലെടുത്തോ 50 പോയിന്റ്. വേണ്ട, 260 എടുത്തോ 30 പോയിന്റ്. 30 പോയിന്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2100 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര സമയമായിട്ടുണ്ട്? 9:22 ആയിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് 12,100 രൂപ കിട്ടി ഒരെണ്ണത്തിൽ. ഒരെണ്ണം
രണ്ടെണ്ണം ആണെങ്കിൽ 4000 സംതിങ് ആണ്. ഇപ്പോൾ ഒരെണ്ണം 2100 എടുത്തോ, മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടോ, അവിടെ ഹോൾഡ് ചെയ്തിട്ടോ പ്രശ്നങ്ങളില്ല. കിട്ടുമ്പോഴത്തേക്ക് 100 പോയിന്റുള്ള റൈഡ് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ എൻട്രി എക്സിറ്റ് പ്രാധാന്യമാണ്. അല്ലെങ്കിൽ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഒരു സിസ്റ്റത്തിൽ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ്. ആ എൻട്രി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. അത് നാളുകൾ നീണ്ട പരിശ്രമത്തിലാണ് നമുക്ക് ആ ഒരു എന്താ പറയണ്ടേ കൺഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് സൂപ്പർ ചാർട്ടാണല്ലോ ഞാനും കൊണ്ട് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല. ഈ പഠിത്തം ഒരു 6 മാസമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ട പാടെ കാണാതെ പാടി ഓടി വന്നിട്ട് ഞാൻ ഇത് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വിളിച്ചാൽ മതി. വീഡിയോ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസും കൂടെ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ കണ്ട ഉടനെ അങ്ങ് വിളിക്കുകയാണ്. പഠിക്കാനൊക്കെ തീരുമാനിച്ചതിന് ശേഷം മാക്സിമം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായാലും പഠിക്കണം. എവിടെയാണെങ്കിലും പോയി പഠിക്കാനായിട്ടുള്ള അവരെവിടെയെങ്കിലും പോയി പഠിക്കുകയും ചെയ്യും. 25,000 തൊട്ട് 70,000 വരെ ഉള്ള കോഴ്സുകളുണ്ട്. എവിടെയെങ്കിലും പോയി പഠിക്കാൻ തീരുമാനിച്ച ആളുകളായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മാക്സിമം വിളിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചിട്ട് ഞാൻ 50,000 60,000 രൂപ ഒന്നും മേടിക്കണമെന്നല്ല അതിനർത്ഥം. അപ്പോൾ മാർക്കറ്റ് 300ലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ബട്ട് ഇവിടെ ക്യാൻഡിൽ ഒന്ന് ഫ്ലക്ച്വേഷൻ ആവുന്നുണ്ട്. അതായത് സംതിങ് ഒരു പണി ആർക്കട്ടോ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒന്നെങ്കിൽ അത് ഡയറക്റ്റ്ലി 300ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത 300 ബ്രേക്ക് ചെയ്ത 315 RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ റെഡിലേക്ക് കയറുന്ന സമയം ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത 347ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അതായത് 170 ഭാഗത്തേക്ക് പി ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 300 ബ്രേക്ക് ചെയ്താൽ പിന്നെ 318ലായിരിക്കും പോയി നിൽക്കണം. കാരണം 190 ഒരു മേജർ സപ്പോർട്ടാണ്. ആ 190 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 170 20 പോയിന്റിൻ്റെ ഡൗൺ ഉണ്ടാവും. ഇൻ കേസ് 300 ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സഡൻ ഫാള് 240ലേക്ക് ഉണ്ടാവും. ആ ഒരു മൈൻഡും കൂടെ വെച്ചുകൊണ്ടാണ് ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ എന്താണ് താഴത്തോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ പ്രശ്നമില്ല. 297 വരെ പോയിട്ടുണ്ട്. 300 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 315ലേക്ക് പോകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 300 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 234ലേക്ക് ഭാഗത്തേക്ക് ഒരു സഡൻ ഡംപ് വരാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷമായിരിക്കും വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പം അത് അവിടെ ഒരു കരുതലെടുക്കണം. കാരണം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം കയറി പോകാനായിരുന്നെങ്കിൽ പണ്ടേ കയറി പോകേണ്ടതാണ്. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ആർക്കട്ടോ എന്തോ ഒരു പണി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ക്യാൻഡിൽ അങ്ങനെ നിൽക്കണത്. അതാണ് 300 ടച്ച് ചെയ്യാതെ നിലവിലുള്ള ക്യാൻഡിലെ ഹൈ പോയിരിക്കുന്നത് 297 ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫ്രഷ് എൻട്രി ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജിങ് കൺസെപ്റ്റിൽ എടുക്കത്തുള്ളൂ. കാരണം ഇവിടെ എടുത്തിട്ട് 300 പോയില്ലെങ്കിൽ സാധനം നേരെ 236 ഭാഗത്തേക്ക് വന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു പോകുന്നത്. അതൊരു പ്ലാൻ ബി ആണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ക്യാൻഡിൽ അവിടെ അങ്ങനെ നിൽക്കണ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സംതിങ് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മുകളിലോട്ടോ താഴത്തോട്ടോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. വന്നിട്ടൊക്കെ തിരിച്ച് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ 300ലേക്ക് പോയാൽ മതി. ഒരു ധൃതിയൊന്നും നമുക്കങ്ങനെ ഇല്ല. കാരണം ആ 190 എന്നുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായതുകൊണ്ടാണ് അവിടെ അങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിന്നതിൻ്റെ റീസൺ. ആ 190 കവർ ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ അത് 165 ഭാഗത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ RSIയിൽ ഒരു മടക്കും വന്നിട്ടുണ്ട്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ഒരു ട്രൈ സപ്പോർട്ട് എടുക്കാനായിട്ട് 236 245 237 ഭാഗത്തേക്ക് ഒന്ന് ഡംപായിട്ട് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോകുന്നുള്ള കാര്യങ്ങളും നിലവിൽ നിൽപ്പുണ്ട്. ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ 221.85 പിയുടെ ലെവലെങ്കിൽ അതിന് തൊട്ട് താഴെ എവിടെയെങ്കിലും പോയി നിൽക്കും. ഓക്കെ, 255.5 സി ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 250ലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതിനർത്ഥം പി അതനുസരിച്ചിട്ട് കുറച്ചും കൂടെ ഒരു മുകളിലോട്ട് പോകാനായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. 250ലേക്ക് ടച്ച് ചെയ്യുമ്പോൾ പി എവിടെയാണ് നിൽക്കണമെന്ന് നോക്കണം. അടുത്ത ലെവല് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണല്ലോ. അപ്പോൾ എനിവേ 240-41 ഭാഗത്തേക്ക് സി എത്തുമ്പോൾ പി 220 219 ലെവൽ ടിപ്പ് ചെയ്ത് നിൽക്കുമോ. അവിടെ നിന്ന് മാർക്കറ്റ് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ
പിന്നെ 267 മാർക്കറ്റ് പോയി നിൽക്കുള്ളൂ. CE 227 വന്ന് നിൽക്കത്തുള്ളൂ. ആദ്യത്തെ റിജക്ഷൻ 220 ആണ്. അതിൻ്റെ മുകളിൽ കവറപ്പ് ചെയ്ത് നിന്നാൽ മാത്രമാണ് 267 മാർക്കറ്റ് പോകുള്ളൂ. അതിന് ഹൈ വോളിയം ആയിരിക്കും. അപ്പോൾ കണക്കും പ്രകാരം 240 ഭാഗത്തേക്ക് എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, 240 ഹൈ വോളിയം. 240 മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ 225 ടച്ച് ചെയ്യും. ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാർക്കറ്റ് 227 ഫാളാവും. ആ വോളിയം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ P 268 വരെ പോകും. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. ഈ ക്യാൻഡിൽ നിന്ന് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവിടുത്തെ പന്തിയല്ല, അത് തിരിച്ചു താഴത്തോട്ട് SMA സപ്പോർട്ട് എടുക്കാൻ വരും. അത് മാത്രം അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. RSIയുടെ ക്രോസ് ഓവർ ക്യാൻഡിലിൽ അലർട്ട് കിട്ടി. ഇങ്ങനെയാണ് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. 80% ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത സിയിലാണ്. അതിൽ 50 പോയിന്റ് ആദ്യമേ കിട്ടി. അത് പന്തികേടാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ തീരുമാനം മാറ്റി 290 മേലെ വന്നാലേ ഇനി കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ പിയിലെ കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് പോകണം. ഞാൻ പറഞ്ഞത് എന്താ, ഹൈ വോളിയം മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യും, പിടിവിട്ട പോലെ പോകും. പക്ഷെ 227 വരെ എത്തിയിട്ടുണ്ട് CE, ബട്ട് PE 268 വരെ പോയിട്ടില്ല. 227 CE എത്തുമ്പോൾ പിയിൽ ഒരു ലോട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ സേഫാണ്. ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് 5 പോയിന്റ് കയറ്റി വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 227 കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് അടുത്ത മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ആ ക്യാരക്ടർ ക്യാൻഡില് ആ ഒരു ഏരിയയിൽ വരുമ്പോൾ ആ സ്വഭാവം കാണിക്കണം. അതിനാണ് അങ്ങനത്തെ ലെവൽസുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ സിയിൽ കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും മാക്സിമം കൺസോൾട്ടേഷൻ സോണിൽ റെസ്റ്റ് ചെയ്യുക. അവിടെ എന്താ, റെഡും ഗ്രീനും മാറി വരും. പിന്നെ അവിടെ നിന്നാണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് തീരുമാനിക്കുന്നത്. അപ്പം ഇനി എന്താ, ഈ SMA കൂടെ അടുത്ത് വന്നിട്ടൊന്ന് ടാലി ആവട്ടെ. ടാലി ആവാതിരിക്കട്ടെ. കാര്യങ്ങളൊക്കെ 212 എത്ര വരെ കിട്ടിയിട്ടുണ്ട്? 212 എന്നുള്ള മൂവ്മെന്റ് 242 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ 50 വേണ്ട, അവിടുത്തെ 21 പോയിന്റ് കൂട്ട്. 220 241 വരെയുള്ള മൂവ്മെന്റിൽ അവിടെ 21 പോയിന്റ് കൂട്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾ 50 പോയിന്റ് 60 പോയിന്റ് 100 പോയിന്റ് ഒന്നും കൂട്ടണ്ട. ഇവിടെയും 21 പോയിന്റ്, ഇവിടെ 21 പോയിന്റ് മാത്രം കൂട്ടിയാൽ മതി. 42 പോയിന്റ്. ഇപ്പോൾ സമയം 10:03 ആയിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ലൈവ് മാർക്കറ്റ് അനലൈസ് ആണ് നടത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. 240 മുകളിലേക്ക് വന്നാൽ 258. നേരെ മറിച്ച് ഒരു പ്രത്യേക കാര്യം കൂടി ഇപ്പോഴാണ് കണ്ണിപ്പെട്ടത്, അതും കൂടെ പറയാം. നേരെ മറിച്ച് സിയിലും 257 എന്നുള്ള ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് മിച്ചിട്ടുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു റെഡ് ക്യാൻഡിൽ വെറുതെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ക്യാൻഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 200 അവിടെയും ഞാനൊരു കൺഫേം സ്പേസ് കാണുന്നുണ്ട്. ഇതിപ്പോഴാണ് എൻ്റെ കണ്ണിപ്പെട്ടത്. 240 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 250 മുതൽ 256 വരെയുള്ള ഒരു മൂവ്മെൻറ്റും കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റാണ്. ഒരു ലോട്ടൊക്കെ കൂട്ടി ഞാൻ എടുക്കുന്ന ഒരു സ്പേസാണത്. ഇപ്പോഴാണ് എൻ്റെ കണ്ണിപ്പെട്ടത്, അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറയുന്നത്. 249 ആയിട്ടുണ്ട്. 256 വരെയാണ് പ്രതീക്ഷിക്കുന്ന ലെവൽ. 251. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ റിജക്ഷൻ ഈ വയലറ്റ് ഡോട്ടിലുണ്ട്. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് റിജക്ഷൻ ആവാം. അതും കൂടെ കവറപ്പ് ചെയ്താലാണ് 256 കിട്ടത്തുള്ളൂ. 252, 254, 254, 255. അപ്പം അവിടെയൊക്കെ എന്താ, അങ്ങനെയുള്ള കൺഫർമേഷൻ സോൺ വരുമ്പോൾ ലോട്ട് കൂട്ടിയെടുക്കാം. ഇനി ഇവിടെ കൺസോൾട്ടേഷനാണ്. ഇവിടെ കൺസോൾട്ടേഷന് ശേഷം RSI തിരിച്ച് ക്രോസ് ഓവർ ചെയ്ത് അനുകൂലമായിട്ട് വരുമ്പോൾ 273 മൂവ്മെൻറ്റ് കിട്ടും. അതും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 320, 340 ഉച്ച കഴിഞ്ഞിട്ടുള്ള ലോങ് ഡയറക്ഷൻ ആ ഭാഗത്തേക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് തൊട്ട് നോക്കാം. SMA 30 മിനിറ്റിൽ ഓൾമോസ്റ്റ് മുട്ടിയിട്ടുണ്ട്. ഇനി എവിടെ മുട്ടാനുള്ളത്? 1 അവറിൽ SMA മുട്ടാനുണ്ട്. 1 അവറിൽ SMA മുട്ടാനായിട്ടുണ്ട്. RSI 1 അവറിൽ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 30 മിനിറ്റിൽ RSI ഓൾറെഡി അപ്പർ സൈഡാണ്. 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓൾറെഡി അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. അത് ഗ്രീനിലേക്ക്
വേണ്ട, ഞാൻ കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആകെ കിളി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടെക്നിക്കൽ കാര്യത്തിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല. കിട്ടിയ മൂവ്മെൻറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കിയ മൂവ്മെൻറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ലെവല് പറഞ്ഞിരിക്കുന്നത് 273 ആണ്. അടുത്ത ലെവല് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 273. 273ക്ക് മേളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 318 346 386 മാർക്കറ്റ് പോയി നിൽക്കുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ 273 മുട്ടി ഓപ്പൺ ചെയ്യാം. പിന്നെ 318 346 386 മുട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ 273 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 279 മാർക്കറ്റ് റീച്ച് ചെയ്തു. 285ലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇൻഡെക്സിൽ ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് ഈ റെക്ടാങ്കിൾ ബോക്സിന് മുകളിലോട്ടുള്ള മൂവ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 1 അവറിൽ SMA ഓൾറെഡി മുട്ടാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1 അവറിൽ SMA കൂടെ മുട്ടാനായിട്ടുള്ളൂ. ആ 1 അവറിൽ SMA മുട്ടുമ്പോഴത്തേക്കും സ്ട്രൈക്ക് 346 എന്നുള്ള ലെവല് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് 349, അടുത്തത് 409 ആണ്. അപ്പോൾ സമയം 11:03 ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ടുണ്ട്. 383ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഏതാനും നിമിഷത്തിനുള്ളിൽ 409. ടാർഗറ്റ് ലെവൽ ഇവിടെയുള്ള ലെവല് 385 ആണ്. അതിന് മുകളിലാണ് 409. അതൊക്കെ മേലെ പോയാൽ പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് 515ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. പിന്നെയുള്ളൊരു ലെവല് 400 ആണ്. 409 ആണ് ലെവൽ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും 400 ആണ് നോർമലായിട്ടുള്ള ഒരു റിജക്ഷൻ പോയിന്റ്. അതിൽ നിലവിൽ പോയി നിൽക്കുന്നത് 396.55 ആണ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. ഹൈ വന്നിരിക്കുന്നത് 395. ആണ്. ഞാൻ ഒരു ബഫർ സോൺ ഇട്ടിട്ട് കീപ്പ് ചെയ്യുന്നത് 400 ആണ്. അപ്പോൾ താഴത്തുനിന്ന് ട്രെയിൽ ചെയ്ത് അങ്ങ് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 50 പോയിന്റ് ഡൗൺ ആവാം, പിന്നെ അതിൻ്റെ മുകളിൽ പോയി നിൽക്കാം. 410ൻ്റെ മുകളിൽ നിന്നാൽ മാത്രമാണ് 10 പോയിൻ്റാണ് ഞാൻ ബഫർ സോൺ കീപ്പ് ചെയ്തിരിക്കുന്നത്. 400 ആണ് നോർമലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. 410ന് മുകളിൽ മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 454 ഉണ്ട്, 480 ഒക്കെ ലെവലുകൾ ഓൾറെഡി കിടപ്പുണ്ട്. അതൊക്കെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്തായി, 1 അവറിൽ SMA മാർക്കറ്റ് റീച്ച് ചെയ്തു 390 1 അവർ. അതിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ചാർട്ട് നമുക്ക് എന്താ നിഫ്റ്റി ഫ്യൂച്ചറിൽ നോക്കാം എന്താണ് അവസ്ഥ. നിഫ്റ്റി ഫ്യൂച്ചറിൽ 1 അവർ SMA റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 2 അവറിൽ നോക്കിയാലോ, മാർക്കറ്റ് എവിടെയാണ്, 25,060ലാണ് 2 അവർ റീച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സ്ട്രൈക്കർ എത്രയും കറക്റ്റ് 400 റീച്ച് ചെയ്തിട്ടുണ്ട്. ഫോർ 1 ആണ്. 410 ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഒരു ബഫർ സോൺ കീപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 410ന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ളൊരു സോണാണിത്. വളരെ 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 സേഫ് ആയിട്ടുള്ള സോണാണ്. സമയം 11:09. മാർക്കറ്റ് നിൽക്കുന്നത് 401.10. ലൈവ് ആണോ അതോ ആഫ്റ്റർ മാർക്കറ്റ് ആണോ എന്നുള്ളത് ഇപ്പോൾ ടൈം നോക്കി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. RSIയുടെ ആദ്യത്തെ ക്രോസ് ഓവർ ഫോക്കസ് ചെയ്തു. അവിടെ ഒരു റിജക്ഷൻ വന്നപ്പോഴത്തേക്കും ക്യാൻഡലിന് പന്ത് കേടായിരുന്നു വച്ചു, അതിറങ്ങി. അതിനുശേഷം പിയിലേക്ക് പോയി,
വീണ്ടും റീക്രോസ് ഓവർ വന്നു, അത് ഹോൾഡ് ചെയ്തു. അപ്പോൾ എന്തായി, ആദ്യത്തെ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ചെറിയ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ 100 പോയിൻ്റ് അബവ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായിട്ടുള്ള എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത ഒരാൾ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് വെച്ചിട്ട് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ മാത്രം ഹോൾഡ് ചെയ്താലും മന്ത്ലി പ്രോഫിറ്റബിൾ ആയിരിക്കും. RSIയിൽ ഒരു ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതിന് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. 400 ആണ് എൻ്റെ മാക്സിമം ഞാനൊരു ടാർഗറ്റ് ലെവൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിന്നെയുള്ളത് 510 ആണ്. 510ലേക്ക് മാർക്കറ്റ് പോകാമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വോളിയം വരണം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെജോറിറ്റി ആളുകളും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ PNL എന്താണ്, നിങ്ങളുടെ PNL എന്താണ്. അതിന് യാതൊരുവിധ അർത്ഥവുമില്ല സുഹൃത്തുക്കളെ. എല്ലാ ട്രേഡേഴ്സിൻ്റെയും ഒരു കാഴ്ചപ്പാടുണ്ട്. നന്നായിട്ട് PNL ഉണ്ടാക്കുന്ന ഒരാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതെപ്പോഴും വർക്കൗട്ട് ആവണമെന്നുള്ളതില്ല. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകളൊന്നും മാറ്റി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി കേട്ടോ. 10 പോയിൻ്റ് ബഫർ സോൺ ഇട്ടത് എന്തുകൊണ്ടാണ്, 410 ലെവല്, പക്ഷേ 400 ബഫർ സോൺ ഇട്ടുകൊണ്ട് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. അപ്പോൾ അവിടെ മേജറായിട്ടുള്ള റിജക്ഷൻ പോയിൻ്റ് കൂടെയാണ്. അതുകൊണ്ടാണ് ബഫർ സോൺ കീപ്പ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കുക. നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ കാണിക്കാനും തയ്യാറാണ്. ശരി, നിങ്ങൾ പഠിപ്പിച്ച ആളുകളുടെ PNL ഒന്ന് കാണിച്ചു തരാൻ പറയണം. അല്ലെങ്കിൽ അവരോട് ലൈവായിട്ട് സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങൾ തരുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കണം. അതായത് മസാല ചേർക്കരുത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് എൻ്റേതായിട്ടുള്ള ശൈലിയിൽ നിങ്ങളെ പഠിപ്പിച്ചു. അത് കറക്റ്റായിട്ട് അത് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാതെ, വേറെ കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മുമ്പോട്ട് പോയാലാണ്, ബാക്ക് ടെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയാലാണ് ട്രേഡർ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മസാലയൊന്നും അതിൽ അഡീഷണൽ ഇൻഡിക്കേറ്റർ ഒന്നും ആഡ് ചെയ്ത് വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങളില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, എൻ്റെ PNL അല്ലെങ്കിൽ ഒരു ആൾ 1000, 10,000, ലക്ഷങ്ങളൊക്കെ PNL ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ ആ PNL കണ്ടിട്ട് ആ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സക്സസ് ആവണമെന്നില്ല. അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മളെന്താണ് മാറി ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ശരി, നിങ്ങൾ പഠിപ്പിച്ച ആളുകളുടെ PNL ആണ് കാണേണ്ടത്. അപ്പോൾ ആ സ്ട്രാറ്റജി പഠിച്ച ആളുകൾ അതിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യക്തിയുടെ PNL മാത്രം കണ്ടുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി മറ്റുള്ളവർക്ക് വർക്കൗട്ട് ആവണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത് എന്താ, എനിക്ക് നിങ്ങളുടെ PNL കാണണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ സ്ട്രാറ്റജി പഠിച്ചിട്ട് PNL മിനിമം ഒരു 10 പേരെങ്കിലും പ്രോഫിറ്റായി അത്രയും നല്ലതല്ലേ. അങ്ങനെയുള്ള 10 പേരുടെ PNL ആണ് കാണേണ്ടതെന്നുള്ള ഒരു കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വരും. നമ്മൾ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും മാർക്കറ്റിലൊന്ന് നിങ്ങൾ മാറി ചിന്തിക്കുക. നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിച്ചു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതൊന്ന് മാറി ചിന്തിച്ച് മാറി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്നൊക്കെ അനലൈസ് ചെയ്ത് പ്രാക്ടീസ് ഒരു സിംഗിൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ ട്രേഡറുടെ അവിടെ ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്താൽ കാണാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് പബ്ലിക് ടെലഗ്രാം ചാനലാണ്. ഇപ്പം ഈ സമയത്ത് ഉള്ള മൂവ്മെൻറ്റ് 11 മണി ഞാൻ എക്സിറ്റ് പറഞ്ഞ ലെവൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. നെക്സ്റ്റ് മൂവ്മെൻറ്റ് മിസ്സാക്കി, എന്നാലും നോ പ്രോബ്ലം. എത്രയാ, 2463, 760 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരൊന്നും അത് ഹോൾഡ് ചെയ്യത്തില്ല. 760 ഉണ്ട്. അതേപോലെ തന്നെ 1053 ഉണ്ട്, 2958 ഉണ്ട്, 12202 ഉണ്ട്. അതെന്താ, കുറച്ചും കൂടെ ധൈര്യം കൂടുതലുള്ള ആളുകൾക്ക് അതനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് വരും. പേടിയുള്ള ആളുകൾ നേരത്തെ ഇറങ്ങിപ്പോകുമ്പോൾ അതനുസരിച്ചിട്ട് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. 2280, 1698, ഫസ്റ്റത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, പേടിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് രണ്ടാമത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ സാധിച്ചു. അതാണ് എന്താ പറയണ്ടേ, ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് 1, 2 അയച്ചു തരാത്തവർ വേറെ ഉണ്ട് കേട്ടോ. ഇത് അയച്ചു തരുന്നവരെ മാത്രമാണ്. എല്ലാവരും അയച്ചു തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1, 2,
3, 4, 5, 6, 7, 8 ആ ലെവലിലൊക്കെയാണ് ആളുകളത് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചു തരാനായിട്ട് ഉള്ള ഒരു ലെവലപ്പ് ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസൈഡ് ബാർ ക്യാനിൽ വന്നു. എനിക്ക് RSIയിൽ അവിടെ അലർട്ട് കിട്ടി. പിന്നെ ഞാൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അത് വീണ്ടും താഴത്തോട്ട് പോയിട്ട് SMAയുടെ ഭാഗത്തേക്കൊക്കെ വരണം. അപ്പോൾ ഈ സമയത്ത് പി എടുത്തിട്ട് കുറച്ച് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടോ ചെറിയ സ്റ്റോപ്പ് ലോസിലോ ഹോൾഡ് ചെയ്യുന്നതാണ് ആ ഒരു രീതി. അതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. മാക്സിമം നല്ല രീതിയിലുള്ള 143 അതിൻ്റെ മുകളിലുള്ള പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ രാവിലെ എടുത്തത് വേറെ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. കൂടുതൽ മനസ്സിലാക്കാനോ പഠിക്കാനോ അറിയാനോ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം. ഏകദേശം ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ PNL ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ PNL കൂടെ ബാക്കിയുള്ളവരുടെ ഈ ഒരു ചാർട്ട് പഠിച്ച ആളുകളുടെ PNLും കൂടി ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചിട്ട് എല്ലാവരും ഓടിച്ചാടി പഠിക്കാൻ വരണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. ബാക്കി പറയാനുള്ള ചെറിയ കാര്യങ്ങൾ കൂടെ ഉണ്ട്, അത് പുറകെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.